Guys, guys, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ PC റിവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ guys, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, പിന്നെ ലൈക്ക് അമർത്തുക. പിന്നെ guys, let's begin. അളിയോ നിൻ്റെ ഇപ്പോഴത്തെ സെറ്റപ്പ് അല്ലല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്, ഇപ്പോൾ പുതിയ സെറ്റപ്പ് എവിടെ? അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ റൂം. അപ്പോൾ റൂമിൽ കയറുമ്പോൾ ഒരു സ്റ്റൈൽ. അന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞമ്മക്കൊരു സിനിമ പാട്ട് ഓർമ്മ വരികയാണ്. So you wanna go to war with me? You're talking like you think you're royalty. You think that I'm afraid, but I don't. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ സെറ്റപ്പ്. വലിയൊന്നുമില്ല. അപ്പം ഈ വീഡിയോ ഇതോടെ അവസാനിക്കുന്നു. സോ ഗൈസ് ബൈ ബൈ. അപ്പോൾ ഗൈസ് ഏകദേശം നമ്മുടെ ഇൻട്രോ കഴിഞ്ഞ ശേഷം ഇതാണ് എൻ്റെ PC. ഇപ്പോൾ ഇരിക്കുന്ന PC ഇതാണ്. അപ്പം ഞാൻ ഈ ഇടയ്ക്കാണ് പുതിയൊരു മോണിറ്റർ മേടിച്ചത്. പഴയ മോണിറ്ററിനകത്ത് 2-3 മഴ വരുന്നുണ്ട്. പിന്നെ അത് ടോട്ടലി ഡെഡ്. യെസ്, ഓഫ് കോഴ്സ് ഡെഡ് എന്ന് വെച്ചാൽ ഒന്നും ഓണാകുന്നില്ല. അപ്പം ഇവന് 24 ഇഞ്ച് IPS ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിന് വന്നത്. അതിൻ്റെ റിവ്യൂ ഞാൻ വേറൊരു ദിവസം ഞാൻ ചെയ്ത് വെക്കാം. അപ്പം ഇതാണ് നമ്മുടെ അന്ന് എന്നും ഒരു കീബോർഡ്. മറ്റേതായത് ഡെല്ലിൻ്റെ കീബോർഡും ലെനോവിൻ്റെ മാസമാണ്. ഇത് ഫുൾ ലോജിടെക്കിൻ്റെ വയർലെസ് കീബോർഡാണ് ഇതിന് വന്നിരിക്കുന്നത്. ഏകദേശം ഞാൻ 3 മാസം ഒരു വർഷമായി. ഒരു കുഴപ്പമില്ല. ബാറ്ററിക്ക് ഒരു ചെറിയ സീൻ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ബാറ്ററി എന്താ പറയുക, നമ്മൾ സെറ്റിങ് മാറിക്കോട്ട് പാർക്കരുത്. എന്ന് വെച്ചാൽ 6 മാസം കഴിയുമ്പോൾ അത് മാറി ഉപയോഗിക്കണം. പിന്നെ മൗസ് ഇവൻ്റെ തന്നെ കൂട്ടുകാരനെ ചേർത്തിയാണ്. എന്ന് വെച്ചാൽ ഭാര്യയെ ഭർത്താവെങ്കിലും ഇരിക്കുമോ അതുപോലെ ചേർത്ത് ചെയ്യണം. പിന്നെ CPU യുടെ കാര്യം ഞാൻ പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഏകദേശം ഒരു 11 വർഷം പഴക്കമുള്ള ഒരു CPU ആണ് ഇവൻ വന്നേക്കെന്ന് വെച്ചാൽ ഇവൻ്റെ സിസ്റ്റം എന്ന് വെച്ചാൽ കോർ i3 2100 3.10 GHz ഉള്ള ഒരു ഇൻ്റലിൻ്റെ പ്രോസസ്സറാണ് ഇവന് വന്നേക്കുന്നത്. പിന്നെ ഗ്രാഫിക് കാർഡ് പുറത്തു പോയാൽ GTയുടെ 710 ആണ് ഇതിന് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, 2GB. പിന്നെ ഇതിൻ്റെ റാമും കാര്യം പറഞ്ഞു പോയാൽ 4GB റാമാണ് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടല്ലോ, ഇലക്ട്രിക് സപ്ലൈഡ് സൂപ്പറായി. ഇതാണ് എൻ്റെ ഇതിനും ഈ സാധനം വരുന്നതിന് മുമ്പ് ഇതായിരുന്നു ഇവന് ഒഴിച്ചു വരുന്നത്. അപ്പം ഇതിൻ്റെ കസിൻ്റെ വീട്ടിൽ ഇരുന്നായിരുന്നു. അപ്പോൾ കസിൻ ഉപയോഗിക്കത്തില്ലാത്തതുകൊണ്ട് ഇതിനെ ബുക്ക് ചെയ്യും. അതുവരെ ഇതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ പഴയ ഒരു ഇൻസ്റ്റാഗ്രാം ഫോട്ടോ നോക്കിയാൽ മതി, ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു മോണിറ്ററായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ UPSൻ്റെ കാര്യം, ഇവൻ APCയുടെ 600 വാട്ട് kVയുടെ UPS ആണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പെർഫോമൻസ്. ബാക്കപ്പ് വരുന്നുണ്ട്, ഒരു 5-15 മിനിറ്റ് ബാക്കപ്പ് വരുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോയുടെ ഇടയ്ക്ക് കയറി വരുന്ന ഒരു സന്താനം കണ്ടോ, ഇതാണ് നമ്മുടെ പുസി. ഇവൻ നമ്മുടെ ഏത് വീഡിയോയ്ക്കകത്ത് അലമ്പ ഉണ്ടാക്കാൻ വരുന്ന ഈ സാധനമാണ്. പിന്നെ എൻ്റെ ഇടയ്ക്ക് എൻ്റെ D-Linkൻ്റെ റൗട്ടറാണ് ഇരിക്കുന്നത്. അപ്പം D-Link റൗട്ടർ, ഇത് സ്പീക്കറും. ഇത് ക്രിയേറ്റീവിടെ 2.1 സ്പീക്കർ സിസ്റ്റമാണ് ഇതിൻ്റെ അത് വന്നത്. ബാക്കിയൊന്നുമില്ല. പിന്നെ ഇതുകൊണ്ടോ എൻ്റെ ചെയർ ഇങ്ങനെ ഇരിക്കും. എല്ലാവരുടെ വീട്ടിലുള്ള കറങ്ങുന്ന ചെയറൊന്നുമില്ല, സാധാ എൻ്റെ ചെയർ. പിന്നെ എന്നാ ഷൂസ്. പിന്നെ ഈ ഒരു ട്രൈപ്പോണാണ് നമ്മുടെ വീഡിയോയിൽ പിന്നിലും ഉപയോഗിക്കുന്നത്. പിന്നെ അതിന് മുമ്പ് എൻ്റെ ഗിയേഴ്സ് ഞാൻ പരിചയപ്പെടാം. അപ്പോൾ ഗൈസ് ഇതാണ് ബോൾട്ടിൻ്റെ ഹെഡ്ഫോൺ. ഓക്കെ, ഈ ഹെഡ്ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് ഹെഡ്ഫോണാണ്, എല്ലാ പർപ്പസിനും ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ റിവ്യൂ കാണാൻ മേലെ ടോപ്പ് റൈറ്റിൽ ഐബാർ കാണാം. നിങ്ങൾ പോയി ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ ഇതിൻ്റെ റിവ്യൂ കാണുന്നത്. ഓക്കെ, ഏകദേശം 1 വർഷത്തെ റിവ്യൂ ഞാൻ പറയാം. ഇതിൻ്റെ ഈ ഹെഡ്ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഇടുപ്പുണ്ട്, അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ്. എന്ന് വെച്ചാൽ കൂടിപ്പോയ ഒരു 5-6 ദിവസത്തിന് പാട്ട് കേൾക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ നെഗറ്റീവ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സാധനമില്ല, ഈ സാധനം നമ്മളെന്താ ജോക്കിങ്ങിനോ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വേർപ്പല്ലേ, ഈ വേർപ്പിൻ്റെ മണമാണ് ഇതിൻ്റെ അകത്ത് മെയിൻ കുഴപ്പം. ബാക്കി ഈ ലെതറെല്ലാം പോകാൻ തുടങ്ങി, ലെതറെല്ലാം കംപ്ലീറ്റ് പോയി. ഇതിൻ്റെ ഫുൾ ലെതർ പോയി. ഇത് കണ്ടോ, ഫുൾ ലെതർ പോയി. എന്നാലും 1 വർഷമുള്ള. അപ്പോൾ വണ്ടിയുടെ സീറ്റിൻ്റെ ലെതറിൻ്റെ കാര്യം എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇത് മൊത്തം ലെതർ പോയിരിക്കുകയാണ്. പിന്നെ അടുത്ത ഗിയർ എന്ന് പറയാൻ പോകുന്നത് എൻ്റെ ക്യാമറ. ഇപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ക്യാമറ. ഇത് കാനോൻ്റെ 8500 ഡിജിറ്റൽ ക്യാമറയാണ്.
അപ്പം ഇതിൻ്റെ വലിയ പ്രത്യേകമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഒരു എന്നാടാ സ്റ്റാൻഡേർഡ് ഓഡിയോ വരത്തുള്ളൂ. നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഓഡിയോ കൊടുക്കുന്നില്ല. ഞാനിപ്പം നിലവിൽ ഫോണിലും ഇതിലാണ്. ഇത് റിവ്യൂ എടുക്കാൻ മാത്രമേ ഈ ക്യാമറ വയ്ക്കും. ബാക്കി ഇതിൽ മറ്റേതകത്ത് എൻ്റെ ഫോണിനകത്ത് അത് പിടിക്കും. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഫോൺ ഏതാണെന്ന് നിങ്ങൾ ആലോചിക്കും. ഏതാണ് എൻ്റെ ഫോൺ? അപ്പോൾ ഇതാണ് ഓപ്പോയുടെ A3s. ഇതിലാണ് ഞാൻ മോസ്റ്റ് ഓഫ് 2-3 വീഡിയോയ്ക്ക് ഞാൻ ഓപ്പോ A3s എന്ന് വെച്ചാൽ മൈക്ക് വന്നു. അപ്പം മൈക്ക് വന്നപ്പോൾ ഇതിലെ ഇൻബിൽഡ് ഓഡിയോ വെച്ചാണ് നേരത്തെ ഞാൻ മോട്ടറോള G5+ എന്ന് പറയുന്ന ഫോണാണ്. അതിൻ്റെ കഴിഞ്ഞ ലേറ്റസ്റ്റ് വീഡിയോയിൽ നോക്കിയാൽ മതി. ഇതിൻ്റെ താഴെയുള്ള വീഡിയോയിൽ അതിൻ്റെ ആ ഫോണാണെന്ന് വെച്ചാൽ ആ ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാമറ ക്വാളിറ്റി എക്സലൻറ്റ് ലെവലാണ്. പിന്നെ ഇതാണ് എൻ്റെ ഫോൺ. ഇത് 2GB 16GB ആണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ മോസ്റ്റ് ഓഫ് വീഡിയോസ് റെക്കോർഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഗൈസ് എൻ്റെ PC ഞാനിത് കുറേ നാളായി ഈ PC കൊണ്ടുവന്ന ഒരു അപ്ഗ്രേഡ് വേണമെന്ന് ആലോചിക്കുക. നമ്മുടെ ഈ ചാനൽ ചെയ്ത് സക്സസ് ആകത്തോണ്ട് ഇങ്ങനെ സൈലൻ്റായിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി പുതിയ പരിപാടി തുടങ്ങാൻ പോകുന്നത്. ഇനി എൻ്റെ എഡിറ്റിംഗ് സ്കിൽസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അതൊരു വീഡിയോ ആയിട്ട് ഒരു സീരീസ് ആയിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വണ്ടർഷെഫിൽ മോറയാണ്. പിന്നെ ആഫ്റ്റർ എഫക്ട്സ് ചെയ്യുന്നുണ്ട്, പ്രീമിയർ ചെയ്യുന്നുണ്ട്. അത് ചില ഒക്കേഷണൽ പർപ്പസിന് മാത്രം, എന്ന് വെച്ചാൽ അത്യാവശ്യ പർപ്പസിന് മാത്രം ഞാൻ അത് ഉപയോഗിക്കും. ബാക്കിയെല്ലാം ഫിലിമോറയിൽ തന്നെ പിടിച്ചേക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ഫിലിമോറ എന്ന് വെച്ചാൽ ഒരു ക്ലാസിക് എഡിറ്റിംഗ് ആണ് അത് കൊടുക്കുന്നത്. പിന്നെ വലിയ എടുത്ത് പറയാനൊന്നുമില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇനി 1 മിനിറ്റ് വീഡിയോ ഉള്ളൂ. ഇത് ഡെയിലി 1 മിനിറ്റ് വീഡിയോ ഉണ്ടോ എന്ന് വെച്ചാൽ വാച്ച് അവേഴ്സ് കണ്ട് ഭയങ്കര സങ്കടമുണ്ട്. എന്ന് വെച്ചാൽ തീരെ താന്നു പോയി. എന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസം വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മൾ വാച്ച് അവേഴ്സ് തീരെ താന്നു പോകും. അപ്പം ആ ഒരു സീനുണ്ട് നമുക്ക്. അപ്പം നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു മാസം വീഡിയോ ഇട്ടില്ലെങ്കിൽ നമുക്ക് 8ൻ്റെ പണി നമുക്ക് തിരിച്ച് കിട്ടും. അപ്പം മോണിറ്റൈസേഷൻ കിട്ടാൻ ഇച്ചിരി കൂടെ റിസ്ക് പിടിക്കും. അപ്പം ആകെവിടെ ഈ വാച്ച് അവേഴ്സ് കൂട്ടാൻ പറഞ്ഞ ഒരേ ഒരു വഴിയുള്ളൂ. നമുക്ക് വീഡിയോസ് ഇട്ട് കുറേ ആൾക്കാരെ അത് എത്തിക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ ഒരു ഐഡിയ. ഒരു യൂട്യൂബറെ സംബന്ധിച്ചപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യൂസ് കിട്ടാൻ ഞാൻ പല സൈസിലും ഷെയർ ആക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് നോ റെസ്പോൺസ്. പക്ഷേ എനിക്ക് ഹാപ്പിയാണ്. നമുക്ക് കിട്ടിയാൽ കണ്ടു അല്ലെങ്കിൽ ഇല്ല. അല്ല ഞാൻ ഓരോരുത്തരോട് പറഞ്ഞ് എടാ സബ്സ്ക്രൈബ് ചെയ്യടാ, മാങ്ങാത്തുള്ളി ചെയ്യടാ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും വേണ്ട. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബും ബെല്ലും എല്ലാം അടിച്ചിട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ. ശരി.